ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു തോബിൻ ഷിറാൻ ടീം യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹാരി പോട്ടർ ബുക്ക് സീരീസിൻ്റെ സമ്മറി പോലെയാണ്. എല്ലാ ബുക്ക് സീരീസും ഒരു വീഡിയോയിൽ പറ്റില്ല, സോ ബുക്ക് ബൈ ബുക്ക് ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ശരിക്കും ഹാരി പോട്ടറിൻ്റെ സീരീസ് എന്ന് പറയുന്നത് 7 പുസ്തകങ്ങളാണ്. അത് എഴുതിയിരിക്കുന്നത് JK റൗളിംഗ് ആണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ. അപ്പോൾ ഓരോ പുസ്തകത്തിലും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹാരിയുടെ ലൈഫ് അറ്റ് ഹോഗ്വാർട്സ് സ്കൂൾ ഓഫ് വിച്ച് ക്രാഫ്റ്റ്, അതാണ്, ആൻഡ് വിസാഡ്രി. പിന്നെ ഹാരി ഫേസ് ചെയ്തിട്ടുള്ള ഹാരിയുടെ അഡ്വെഞ്ചേഴ്സ് ആസ് ഹി ഗ്രോസ് അപ്പ്. അപ്പോൾ ആ 7 പുസ്തകങ്ങളുടെ പേര് ഞാൻ വായിക്കാം. ഒന്നാമത്തെ പുസ്തകം ഹാരി പോട്ടർ ആൻഡ് ദി ഫിലോസഫേഴ്സ് സ്റ്റോൺ. ഈ പുസ്തകത്തിന് ഓൾസോ നോൺ ആസ് ഹാരി പോട്ടർ ആൻഡ് ദ സോസറേഴ്സ് സ്റ്റോൺ, ചില സ്ഥലത്തൊക്കെ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ പുസ്തകം ഹാരി പോട്ടർ ആൻഡ് ദ ചേംബർ ഓഫ് സീക്രറ്റ്സ്. മൂന്നാമത്തെ പുസ്തകം ഹാരി പോട്ടർ ആൻഡ് ദ പ്രിസൺ ഓഫ് അസ്കബൻ. നാലാമത്തെ പുസ്തകം ഹാരി പോട്ടർ ആൻഡ് ദ ഗോബ്ലെറ്റ് ഓഫ് ഫയർ. ഫിഫ്ത്ത് വൺ ഹാരി പോട്ടർ ആൻഡ് ദ ഓർഡർ ഓഫ് ദി ഫീനിക്സ്. സിക്സ്ത് ഹാരി പോട്ടർ ആൻഡ് ദ ഹാഫ് ബ്ലഡ് പ്രിൻസ്. സെവൻത്ത് ഹാരി പോട്ടർ ആൻഡ് ദ ഡെഡ്ലി ഹാലോസ്. അപ്പോൾ ഇത്രയാണ് 7 പുസ്തകങ്ങൾ. അതിലേറ്റവും ആദ്യത്തെ ബുക്ക് ഹാരി പോട്ടർ ആൻഡ് ദി ഫിലോസഫേഴ്സ് സ്റ്റോൺ, അല്ലെങ്കിൽ ഹാരി പോട്ടർ ആൻഡ് ദ സോസറേഴ്സ് സ്റ്റോൺ, അതിൻ്റെ ഒരു സമറി പോലെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോനെ ഞാൻ 20 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഹാരീസ് ലൈഫ്, ദെൻ മിസ്റ്റീരിയസ് ലെറ്റേഴ്സ് അറൈവ്, ദെൻ ഹാഗ്രിഡ്സ് അറൈവൽ, ദെൻ ട്രിപ്പ് ടു ഡയഗൺ അലി, നെക്സ്റ്റ് മീറ്റിംഗ് ഫ്രണ്ട്സ് ഓൺ ദ ട്രെയിൻ, next arrival at Hogwarts, then Harry's magical classes begin, പിന്നെ discovering the philosopher's stone, പിന്നെ Halloween trouble, പിന്നെ Harry's first Quidditch match, പിന്നെ Christmas at Hogwarts, പിന്നെ the Forbidden Forest, പിന്നെ learning about Nicholas Flamel, പിന്നെ breaking into the forbidden area, പിന്നെ facing Professor Quirrell, പിന്നെ the battle for the stone, പിന്നെ ഡംബിൾഡോർസ് എക്സ്പ്ലനേഷൻ, പിന്നെ ദ ഹൗസ് കപ്പ്, പിന്നെ റിട്ടേൺ ടു ദ ഡേഴ്സ്ലീസ്, പിന്നെ കൺക്ലൂഷൻ. ആ പുസ്തകത്തിൽ ഇങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇത് ഞാനായിട്ട് സമ്മറി പറയാനായിട്ട് ഇങ്ങനെ എളുപ്പം പോലെ തോന്നിയതുകൊണ്ട് ഞാനിങ്ങനെ ഡിവൈഡ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് സമ്മറിയിലേക്ക് നീങ്ങാം. ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ടു ഹാരീസ് ലൈഫ്. ഹാരി പോട്ടർ എന്ന് പറയുന്നത് ഒരു ഓർഫൻഡ് ബോയ് ആണ്. ഓക്കെ, ഒരു അനാഥനാണ് ഹാരി. ഹാരി ഇപ്പോൾ ജീവിക്കുന്നത് ഹാരിയുടെ ക്രൂവലായിട്ടുള്ള ആണ്ട് ആൻഡ് അങ്കിൾ, പിന്നെ കസിൻ ദ ഡേഴ്സ്ലീസ്, അവരുടെ കൂടെയാണ് ഹാരി ഇപ്പോൾ ജീവിക്കുന്നത്. ഹാരി ഒരു ഓർഫനാണ് കേട്ടോ, അനാഥനാണ്. ഹാരി ഇപ്പോൾ ജീവിക്കുന്ന ഹാരിയുടെ പപ്പയുടെയും മമ്മിയുടെയും കൂടെയല്ല, ബട്ട് വിത്ത് ഹിസ് ക്രൂവൽ ആണ്ട്, അങ്കിൾ, പിന്നെ ഒരു കസിൻ. ഇവരുടെ അഡ്രസ്സ് വരുന്നത് നമ്പർ 4 പ്രൈവറ്റ് ഡ്രൈവ്. ഓക്കെ, ഇവരെ മൊത്തത്തിൽ ഡേഴ്സ്ലീസ് എന്ന് വിളിക്കാം കേട്ടോ. അപ്പോൾ ഡേഴ്സ്ലീസ് ഹാരിനോട് ഭയങ്കര അൺകൈൻഡ് ആയിട്ടാണ് ബിഹേവ് ചെയ്തിരുന്നത്. ഹാരീനെ സ്ലീപ്പ് ചെയ്ത് ഹാരി ഉറങ്ങിയിരുന്നത് ഒരു കബോർഡിലാണ്. അത് സ്റ്റെയേഴ്സിൻ്റെ താഴെയുള്ള ഒരു കബോർഡിലാണ് ഹാരി കിടന്ന് ഉറങ്ങിയിരുന്നത്. അതായത് കംപ്ലീറ്റ്ലി ഒരു ഔട്ട്സൈഡറിനോട് എങ്ങനെയാണോ പെരുമാറുന്നത് അങ്ങനെയാണ് ഹാരിയുടെ ക്രൂവൽ അങ്കിൾ ആൻഡ് ആണ്ട് ഹാരിനോട് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ വീട്ടിലൊരു അംഗം എന്ന നിലയിലല്ല. സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും, സിനിമയിൽ കാണിക്കുന്നുണ്ട്. അവരുടെ വീട്ടിലുള്ളൊരു അംഗത്തിനെ പോലെയല്ല, കംപ്ലീറ്റ്ലി ഹാരി ഒരു ഔട്ട്സൈഡറാണ്. ഔട്ട്സൈഡർ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നത് അതേപോലെയാണ് ഹാരിനെ ട്രീറ്റ് ചെയ്തിരുന്നത്. കംപ്ലീറ്റ്ലി അൺകൈൻഡും ക്രൂവലായിട്ടാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. അവർക്കൊരു മോനുണ്ട്. മോൻ്റെ പേരാണ് ഡഡ്ലി. ഓക്കെ, ഡഡ്ലി ഹാരിനെ എപ്പോഴും ബുള്ളി ചെയ്തുകൊണ്ടിരുന്നു, സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഇവരുടെ കൂടെ ഹാരി ജീവിക്കുമ്പോൾ ഹാരിക്ക് ഹാരിയുടെ ട്രൂ ഐഡൻറ്റിറ്റി എന്താണെന്ന് അറിയില്ല. ഹാരി ബിലോങ് ചെയ്യുന്ന മാജിക്കൽ വേൾഡിനെ പറ്റി ഹാരിക്ക് അറിയില്ല. ഇപ്പോഴത്തെ ആസ് എ ചൈൽഡ് ഹാരിയുടെ ജീവിതം എന്ന് പറയുന്നത് ഡൾ, മിസറബിൾ ആണെന്ന് വേണം നമുക്ക് പറയാം. ഇതാണ് ഫസ്റ്റ് സെക്ഷൻ ഞാൻ ഡിവൈഡ് ചെയ്തത്. ഇതിലൂടെ ഹാരിയുടെ ലൈഫിനെ പറ്റിയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ സെക്ഷൻ മിസ്റ്റീരിയസ് ലെറ്റേഴ്സ് അറൈവ്. ഹാരിയുടെ 11th ബർത്ത്ഡേയിൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി. ഹാരിക്ക് കത്തുകൾ കിട്ടാൻ തുടങ്ങി. അതായത് ഹാരിയുടെ അഡ്രസ്സിൽ ഹാരിക്ക് ഒരു കത്തല്ല, കുറേ കത്തുകൾ കിട്ടാൻ തുടങ്ങി. ഈ ലെറ്റേഴ്സ് ഹാരിയുടെ കയ്യിലെത്തുന്നത് പല രീതിയിലേക്കൂടെയാണ്. ഒന്ന് മെയിൽ സ്ലോട്ട് വഴിയായിട്ടാണ്
ഒരു രീതിയിൽ വന്നത്. പിന്നെ ചിമ്മിനി കൂടെയാണ് അടുത്ത ലെറ്റർ വന്നത്. പിന്നെ ഹാൻഡ് ബൈ ഹാൻഡ് കൂടെയാണ് വന്നത്. ഹാരിയുടെ അങ്കിൾ വെർണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, VERNON. അദ്ദേഹം അതെല്ലാം ഡിസ്ട്രോയ് ചെയ്യും. പക്ഷേ ഇവഞ്ച്വലി ആ ലെറ്റേഴ്സ് എല്ലാം പേഴ്സിസ്റ്റൻ്റ് ആയി നിൽക്കും. ദാറ്റ് ദ ഡേഴ്സ്ലീസ് ഫ്ലീ ടു എ റിമോട്ട് ഐലൻഡ് ടു എസ്കേപ്പ് ദം, ടേക്കിംഗ് ഹാരി വിത്ത് ദം. ഈ കത്തുകൾ ഹാരിയുടെ കയ്യിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ വേറെ സ്ഥലത്തേക്ക് മാറിപ്പോകും. ഇവിടെ നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ അവസാനിക്കുകയാണ്. മിസ്റ്റീരിയസ് ലെറ്റേഴ്സ് അറൈവ്. മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്ന ഹാഗ്രിഡ്സ് അറൈവൽ. അപ്പോൾ ഹാരിയുടെ ബർത്ത്ഡേ നൈറ്റിൽ ഒരു ജൈൻ്റ് ആയിട്ടുള്ള ഒരാൾ, ആളുടെ പേര് റൂബിയസ് ഹാഗ്രിഡ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം വീട് പൊട്ടിച്ചിട്ട് ആ ഐലൻഡിലുള്ള വീട് ബ്രേക്ക് ചെയ്തിട്ട് വരും. അദ്ദേഹം ഒരു ഷോക്കിംഗ് ന്യൂസ് ഹാരിയുടെ അടുത്ത് പറയും. ഹാരി ഒരു വിസാർഡാണെന്ന് പറയും. എന്നിട്ട് ഹാരീനെ ഹോഗ്വാർട്സ് സ്കൂൾ ഓഫ് വിച്ച് ക്രാഫ്റ്റ് ആൻഡ് വിസാർഡറി അവിടെ അറ്റൻഡ് ചെയ്യാനായിട്ട് ഹാരീനെ വെൽക്കം ചെയ്യും. ഹാഗ്രിഡ് എക്സ്പ്ലെയിൻ ചെയ്യും ദാറ്റ് ഹാരിയുടെ പാരൻസും ഫേമസ് ആയിട്ടുള്ള വിസാർഡ്സാണ്. അവരെ രണ്ടുപേരെയും ഒരു ഡാർക്ക് വിസാർഡായ വോൾഡിമോർട്ട് കൊന്നതാണ് എന്ന് പറയും. ഹാരി ഒരു ബേബി ആയിരുന്നപ്പോൾ ഹാഗ്രിഡ് ഹാരിക്കൊരു ലെറ്റർ കൊടുക്കും ഹോഗ്വാർട്സിൽ നിന്നുള്ളത്. എന്നിട്ട് ഡേഴ്സ്ലീസിൻ്റെ അടുത്തുനിന്ന് ഹാരീനെ അദ്ദേഹം കൊണ്ടുപോവാണ്. ഇവിടെ മൂന്നാമത്തെ സെക്ഷൻ അവസാനിക്കാൻ കേട്ടോ, ഹാഗ്രിഡ്സ് അറൈവൽ. ഇനി നെക്സ്റ്റ് സെക്ഷൻ ട്രിപ്പ് ടു ഡയഗൺ ആലി. അപ്പോൾ ഹാഗ്രിഡ് ഹാരീനെ ഡയഗൺ ആലിയിലേക്ക് കൊണ്ടുപോകും. അതൊരു ഹിഡൻ ഷോപ്പിംഗ് സ്ട്രീറ്റാണ്, വിസാർഡ്സിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു ഹിഡൻ ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഗ്രിംഗോട്ട്സ് ബാങ്ക് വിസിറ്റ് ചെയ്യും. അവിടെ നിന്ന് ഹാരി പഠിക്കും ദാറ്റ് ഹി ഹാസ് എ വോൾട്ട് ഫുൾ ഓഫ് ഗോൾഡ് ലെഫ്റ്റ് ബൈ ഹിസ് പാരൻസ്. ഹാരിക്ക് വേണ്ടി ഹാരിയുടെ പാരൻസ് കുറച്ച് ഗോൾഡ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് ഹാരി മനസ്സിലാക്കുന്നു. എന്നിട്ട് ഹാഗ്രിഡ് ഹാരിനെ ഹെൽപ്പ് ചെയ്യും. അത് വെച്ചിട്ട് സ്കൂൾ സപ്ലൈസ് വാങ്ങാനായിട്ട്, ഇൻക്ലൂഡിങ് റോബ്സ് വാങ്ങാൻ, വാങ്ങാൻ, ബുക്സ് വാങ്ങാൻ, ഒരു പെറ്റ് ഔളിനെ വാങ്ങാൻ. ആ പെറ്റ് ഔളിൻ്റെ പേര് ഹെഡ്വിഗ് എന്നാണ്. അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങാനായിട്ട് ഹാഗ്രിഡ് ഹാരിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഹാരി ഈ ഒരു മാജിക്കൽ വേൾഡിനെ പറ്റി അറിഞ്ഞിട്ട് ഹാരി സ്വയമായിട്ടൊരു അമേസ്ഡ് ആയിട്ട് മാറാണ്. ഹാരി മനസ്സിലാക്കുന്നു ദാറ്റ് ഹീ ഈസ് ഫേമസ് ഇൻ ദിസ് വേൾഡ് ഫോർ സർവൈവിങ് വോൾഡിമോർട്ട്സ് അറ്റാക്ക്. അപ്പോൾ വോൾഡിമോർട്ട് അറ്റാക്ക് ചെയ്തിട്ടാണ് ഹാരിയുടെ പാരൻസ് മരിച്ചത്. അപ്പോൾ അവൻ മാത്രമാണ് ആ ടൈമിൽ ജീവനോടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരാൾ. വോൾഡിമോർട്ടിൻ്റെ അറ്റാക്കിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റിയ ഏക ആളാണ് ഹാരി. ഇപ്പോൾ ഇവിടെ ഈ സെക്ഷൻ അവസാനിക്കുകയാണ്, ട്രിപ്പ് ടു ഡയഗൺ ആലി. നെക്സ്റ്റ് മീറ്റിംഗ് ഫ്രണ്ട്സ് ഓൺ ദ ട്രെയിൻ, 5th സെക്ഷൻ കേട്ടോ. സെപ്റ്റംബർ 1 ഹാരി ഹോഗ്വാർട്സ് എക്സ്പ്രസ് ബോർഡ് ചെയ്യും. അറ്റ് കിങ്സ് ക്രോസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ബോർഡ് ചെയ്യും. എന്തിനാണ് ആ ട്രെയിൻ ബോർഡ് ചെയ്യുന്നത്? ഹോഗ്വാർട്സിലേക്ക് പോകാനായിട്ട്. ട്രെയിനിൽ വെച്ചിട്ട് ഹാരി 2 ആൾക്കാരെ കണ്ടുമുട്ടും. ഒന്ന് റോൺ വീസ്ലി ഒരു റെഡ് ഹെയർഡ് ബോയ് ആണ്, ഫ്രം എ പുവർ ബട്ട് ലവിങ് വിസാർഡിങ് ഫാമിലി. അടുത്ത ആൾ ഹെർമിയോൺ ഗ്രേഞ്ചർ, അതൊരു വെരി ഇൻ്റലിജൻറ്റ് ഗേളാണ്, ഹു കംസ് ഫ്രം നോൺ മാജിക്കൽ ഫാമിലി. ഓക്കെ, അപ്പോൾ ഇവർ 3 പേരും ക്വിക്ക്ലി ഫ്രണ്ട്സ് ആവും. ഹെർമിയോൺ ഒരു ഇനീഷ്യലി ബിറ്റ് ബോസി പോലെയാണ് ബിഹേവ് ചെയ്തിരുന്നതെങ്കിലും ആൻഡ് ഷീ വാസ് വെരി ഈഗർ ടു പ്രൂവ് ഹെർ നോളജ്. എങ്കിലും ഇവർ 3 പേരും പെട്ടെന്ന് ഫ്രണ്ട്സ് ആവും. അടുത്ത സെക്ഷൻ അറൈവൽ അറ്റ് ഹോഗ്വാർട്സ്. അപ്പോൾ അവരങ്ങനെ 3 ആളും കൂടി ഹോഗ്വാർട്സിലെത്തും. അപ്പോൾ സ്റ്റുഡൻസിനെ എല്ലാം ഇങ്ങനെ 4 ഹൗസായിട്ട് അവർ തിരിക്കും. മെയിൻ ആൾക്കാർ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ റെഡ് ഹൗസ്, യെല്ലോ ഹൗസ്, ഗ്രീൻ ഹൗസ് അങ്ങനെ തിരിക്കില്ല, അതേപോലെ ഹൗസായിട്ട് തിരിക്കും. ഇവരുടെ ഹൗസിൻ്റെ പേര് ഗ്രിഫിൻഡോർ 1, ഹഫിൾ പഫ് 1, റേവൻക്ലോ 1, സ്ലിതറിൻ വേറെ. ഓക്കെ, ഹാരിയും റോണും ഹെർമിയോണും ഗ്രിഫിൻഡോറിൽ വരും. പക്ഷേ ഹാരിയുടെ പുതിയ ശത്രു ഡ്രാക്കോ മാൽഫോയ് എന്ന് പറയുന്ന ആൾ സ്ലിതറിനിൽ സോർട്ടാവും. ഓക്കെ, അപ്പോൾ ഹാരി കുറച്ച് റിലീവ്ഡ് ആയിട്ട് നിൽക്കും. കാരണം ഗ്രിഫിൻഡോറിലാണല്ലോ, തൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഹാരി, അതുകൊണ്ട് ഹാരിക്ക് കുറച്ച് റിലീഫ് തോന്നും. പക്ഷേ ഹാരിക്കൊരു ഹാരി സ്ലിതറിനെ പറ്റി, ആ ഒരു ഹൗസിനെ പറ്റി ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. സ്ലിതറിൻ ഈസ് നോൺ ഫോർ പ്രൊഡ്യൂസിങ് ഡാർക്ക് വിസാർഡ്സ്. സ്ലിതറിൻ എന്ന് പറഞ്ഞ ഹൗസ് ഡാർക്ക് വിസാർഡ്സിന് മാത്രമാണ്, അതാണ് റിസൾട്ട് തരിക സ്ലിതറിൻ എന്ന് പറഞ്ഞ ഹൗസിലായിക്കഴിഞ്ഞാൽ, അങ്ങനെ കേട്ടിട്ടുണ്ട്. അതൊരു നെഗറ്റീവ് തിങ് ആയിട്ട് ഹാരിക്ക് തോന്നി. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഹാരീസ് മാജിക്കൽ ക്ലാസ്സസ് ബിഗിൻ. ഓക്കെ, ഇപ്പോൾ ഹോഗ്വാർട്സിൽ വെച്ചിട്ട് ഹാരി ഒരുപാട് മാജിക്കൽ സബ്ജക്ട്സിനെ പറ്റി പഠിക്കും ഹാരി. അതായത് പോഷൻസിനെ പറ്റി പഠിക്കും, ചാംസിനെ പറ്റി പഠിക്കും, ട്രാൻസ്ഫിഗറേഷനെ പറ്റി പഠിക്കും, ഡിഫെൻസ് അഗെയിൻസ്റ്റ് ദ ഡാർക്ക് ആർട്സ് അതിനെ പറ്റിയൊക്കെ പഠിക്കും. ചില ടീച്ചേഴ്സ്, പ്രൊഫസർ മാക്ഗോണാഗോൾ
ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചറാണ്, പക്ഷെ ഫെയർ ആയിട്ടുള്ള ടീച്ചറാണ്. പക്ഷെ മറ്റുള്ള ടീച്ചർമാർ, പ്രൊഫസർ സ്നേപ്പ്, ഹാരീനെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് പ്രൊഫസർ സ്നേപ്പ് എന്ന് പറയുന്നത്. സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് ഹാരി ബ്രൂം സ്റ്റിക്ക് ഫൈറ്റിൽ എക്സൽ ചെയ്തപ്പോൾ തൊട്ട് ഹാരീനെ താല്പര്യമില്ല പ്രൊഫസർ സ്നേപ്പിന്. ആൻഡ് ഈസ് ക്വിക്ക്ലി റിക്രൂട്ടഡ് ടു ജോയിൻ ദ ഗ്രിഫിൻഡോർ ക്വിഡിച്ച് ടീം ആസ് എ സീക്കർ, എ റെയർ ഓണർ ഫോർ എ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ്. ഇതാ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ബ്രൂം സ്റ്റിക്കിൽ ഫ്ലൈ ചെയ്ത് അതിൽ എക്സൽ ചെയ്യുന്നുണ്ട് ഹാരി. അങ്ങനെ ഹാരി എക്സൽ ചെയ്യുന്നത് കണ്ടിട്ട് ഹാരീനെ ഗ്രിഫിൻഡോർ ജോയിൻ ചെയ്യാനായിട്ട് പറയുന്നുണ്ട് ക്വിഡിച്ച് ടീമിൽ ഒരു സീക്കറായിട്ട്. അതൊരു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഒരു റെയറായിട്ട് കൊടുക്കുന്ന ഒരു ഓണറാണ്. അത്ര എക്സൽ ചെയ്താൽ മാത്രമേ അങ്ങനെ കൊടുക്കുകയുള്ളൂ. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഡിസ്കവറിങ് ദ ഫിലോസഫേഴ്സ് സ്റ്റോൺ. ഇപ്പോൾ സ്കൂൾ ഇയറിൻ്റെ ടൈമിൽ ഹാരിയും ഹാരിയുടെ ഫ്രണ്ട്സും സസ്പീഷ്യസ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് അവർ കേൾക്കാനിടയാവാണ് എബൌട്ട് എ മിസ്റ്റീരിയസ് ഒബ്ജക്റ്റ് ബീങ് ഹിഡൻ അറ്റ് ഹോഗ്വാർട്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു മിസ്റ്റീരിയസ് ഒബ്ജക്റ്റിനെ പറ്റി മറ്റുള്ള ആൾക്കാർ സംസാരിക്കുന്നത് ഇവർ ഓവർഹിയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെന്നിട്ട് മനസ്സിലാക്കുന്നു ദാറ്റ് ദ ഒബ്ജക്റ്റ് ഈസ് ദ ഫിലോസഫേഴ്സ് സ്റ്റോൺ. ആ മിസ്റ്റീരിയസ് ഒബ്ജക്റ്റ് ഇവിടെ ഹോഗ്വാർട്സ് സ്കൂളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന മിസ്റ്റീരിയസ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫിലോസഫറിൻ്റെ സ്റ്റോൺ ആണ്. അതൊരു മാജിക്കൽ സ്റ്റോൺ ആണ്. അതിന് എന്ത് മെറ്റലിനെയും ഗോൾഡാക്കി മാറ്റാം, എന്നിട്ട് പ്രൊഡ്യൂസ് ദ എലിക്സർ ഓഫ് ലൈഫ്. അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് അത് കഴിച്ചു കഴിഞ്ഞാൽ മരണമില്ല. അതാണ് ഫിലോസഫേഴ്സ് സ്റ്റോൺ. അപ്പോൾ ഈ സ്റ്റോൺ വെറുതെ ഒന്നല്ല ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതിന് ഗാർഡ്സിനെ, അതായത് ഇപ്പോൾ നമ്മൾ ATM മുമ്പിൽ സെക്യൂരിറ്റി ഗാർഡ്സ് വെക്കുന്ന അവരെ നിർത്തുന്ന പോലെ ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. ഗാർഡ് ചെയ്യാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന ആൾക്കാർ ജൈൻറ്റ് 3-headed ഡോഗ് നെയിംഡ് ഫ്ലഫി എന്ന് പറയുന്നൊരു 3-headed ഡോഗാണ്. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സ്കൂളിൻ്റെ ഒരു ഫോർബിഡൻ ഏരിയയിലേക്കാണ്. പോകരുത് എന്ന് പറഞ്ഞ ആരെയും പോകാനായിട്ട് അലൗ ചെയ്യാത്ത ഒരു സ്ഥലത്താണ് അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ സെക്ഷൻ കഴിയാണ്. അടുത്ത സെക്ഷൻ ഹാലോവീൻ ട്രബിൾ. ഹാലോവീൻ നൈറ്റിൽ ഒരു ട്രോളിനെ സ്കൂളിലേക്ക് വിടാണ്. അങ്ങനെ ഒരു ട്രോളിനെ വിട്ടപ്പോൾ അത് കുട്ടികളിൽ പാനിക്, വെപ്രാളം, അതായത് പെട്ടെന്ന് ഒരു ട്രോളിനെ അവരുടെ സ്റ്റുഡൻസ് അവരുടെ ഇടയിൽ കണ്ടു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പേടിക്കില്ലേ? അവർ പേടിച്ചു. ഇപ്പോൾ ഹാരിയും റോണും ഹെർമിയോണിനെ ഗേൾസ് ബാത്റൂമിൽ കാണാണ്. ഹെർമിയോണിന് ഇങ്ങനൊരു ട്രോൾ അവിടെ വന്നതിനെ പറ്റി അറിയില്ല, അങ്ങനെ ഒരു ഡേഞ്ചർ അവിടെ വന്നതിനെ പറ്റി അറിയില്ല. അങ്ങനെ ഹെർമിയോണിനെ ഗേൾസ് ബാത്റൂമിൽ നിന്ന് രക്ഷപ്പെടുത്തി. അതായത് അവർ 3 പേരും ഒരുമിച്ച് ഈ ട്രോളിനെ ഡിഫീറ്റ് ചെയ്യാണ്. ഓക്കെ, ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ അവർ 3 പേരും ഒന്നിച്ച് നിന്നപ്പോൾ അവർക്കൊരു ഒരു ട്രോളിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും കൂടി ദൃഢമാവുകയാണ്. ഹെർമിയോണിനെ അവർ രണ്ടുപേരും സേവ് ചെയ്തതിൽ ഹെർമിയോണിന് തിരിച്ച് നന്ദിയുള്ള ഗ്രേറ്റ്ഫുള്ളായി മാറാണ് ഹെർമിയോൺ അവരിൽ. ഇങ്ങനൊരു ട്രോൾ സ്കൂളിൽ വന്നു. ഈ ട്രോളിനെ ഇവർ 3 പേരും ഡിഫീറ്റ് ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നത്, എങ്ങനെ കാസിലേക്ക് ഈ ട്രോൾ കടന്നു വന്നു എന്നൊരു ചോദ്യം വന്നു. ആരെങ്കിലും ഫിലോസഫറിൻ്റെ സ്റ്റോൺ മോഷ്ടിക്കാൻ നോക്കുന്നുണ്ടോ, അങ്ങനെ ഒരു ക്വസ്റ്റ്യനും വന്നു. ഇങ്ങനെ ഹാലോവീൻ ട്രബിൾ എന്ന് പറഞ്ഞ സെക്ഷൻ കഴിയാണ്. നെക്സ്റ്റ് ഹാരീസ് ഫസ്റ്റ് ക്വിഡിച്ച് മാച്ച്. അതാണ് അടുത്ത സെക്ഷൻ. ഹാരിയുടെ ആദ്യത്തെ ക്വിഡിച്ച് മാച്ച്. ഒരു സീക്കർ ആയല്ലോ, ഹാരിക്ക് സീക്കർ ആകാനുള്ളൊരു ഓണർ കിട്ടി ഗ്രിഫിൻഡോറിൻ്റെ. അങ്ങനെ ഹാരിയുടെ ആദ്യത്തെ ക്വിഡിച്ച് മാച്ച് കളിക്കാൻ പോവാണ്. ആ ഗെയിമിൻ്റെ സമയത്ത് ഹാരിയുടെ ബ്രൂം ഇറാറ്റിക്കലി ബിഹേവ് ചെയ്യാൻ തുടങ്ങാണ്. ഓക്കെ, അങ്ങനെ ഇറാറ്റിക്കലി ബിഹേവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഹാരിക്കപ്പോൾ മനസ്സിലായത്, ഹാരിയുടെ ബ്രൂം ഇറാറ്റിക്കലി ബിഹേവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് ഹാരിക്ക് മനസ്സിലായത് ആരോ അവനെ ജിങ്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഹാരിക്ക് തോന്നി. GINX. ഓക്കെ, ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് someone is trying to jinx him. ഹെർമിയോൺ അത് സംശയിക്കുന്നത് പ്രൊഫസർ സ്നേപ്പാണ് ചെയ്തതെന്ന്. ഹെർമിയോൺ എന്നിട്ട് പ്രൊഫസർ സ്നേപ്പിൻ്റെ ക്ലോക്ക്, അതായത് ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ആ ഒരു ബ്ലാക്ക് ഔട്ട്ഫിറ്റ് ഉണ്ടല്ലോ, അത് ഫയർ ചെയ്യാൻ നോക്കും. അദ്ദേഹം ചെല്ലുന്ന ആ മാജിക്കൽ സ്പെല്ല് അദ്ദേഹം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെർമിയോൺ അദ്ദേഹത്തിൻ്റെ ക്ലോക്ക് ഫയർ ചെയ്യാനുള്ള ശ്രമം നടത്തും. അപ്പോൾ അങ്ങനെ അദ്ദേഹം അത് സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ ഹാരിയുടെ ഗെയിം നന്നായി കളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഹെർമിയോൺ അങ്ങനെ ചെയ്തത്. ഇപ്പോൾ
ഹാരി മാനേജസ് ടു റീഗെയിൻ കൺട്രോൾ ഓഫ് ഹിസ് ബ്രൂം. ഹെർമിയോൺ അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് റൂട്ട് കോസ് മനസ്സിലായി. പ്രൊഫസർ സ്നേപ്പ് തന്നെയാണ് ഹാരിയുടെ ബ്രൂം ഇങ്ങനെ ഇറാറ്റിക്കലി ബിഹേവ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ പ്രൊഫസർ സ്നേപ്പിനെ ഡിസ്ട്രാക്ട് ചെയ്തപ്പോൾ ഹാരിയുടെ ആ ഒരു ചൂലിൻ്റെ കൺട്രോൾ കിട്ടി ഹാരിക്ക്. എന്നിട്ട് ഹാരി ഗോൾഡ് സ്നിച്ച് ക്യാച്ച് ചെയ്യും. അപ്പോൾ ഗ്രിഫിൻഡോറിന് വേണ്ടിയുള്ള ഗെയിം ഹാരി ഇവിടെ ജയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ജയിച്ചപ്പോൾ ഹാരി ഇവിടെ ഒന്നും കൂടി ഹീറോ ആയി മാറാണ്. പക്ഷേ സ്നേപ്പിനെ പറ്റിയുള്ള അവരുടെ എല്ലാവരുടെയും മിസ്റ്ററി ഒന്നും കൂടി അതിൻ്റെ ആഴം കൂടി. ഇനി 11th സെക്ഷൻ വരുന്നത് ക്രിസ്മസ് അറ്റ് ഹോഗ്വാർട്സ്. ഇവിടെ ഹാരി ഹോഗ്വാർട്സിലാണ് ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. ഒരു ക്രിസ്മസ് ഹോളിഡേയിൽ ഹാരി ഹോഗ്വാർട്സിൽ തന്നെ നിൽക്കുകയാണ്. അവിടെ വെച്ചിട്ട് ഹാരിക്ക് ഒരു അൺയൂഷ്വൽ ഗിഫ്റ്റ് കിട്ടാണ്. അവൻ്റെ ഫാദറിൻ്റെ ഒരു ഓൾഡ് ഇൻവിസിബിലിറ്റി ക്ലോക്ക്, ഒരു തുണി. ആ തുണി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇൻവിസിബിൾ ആവും, നമ്മളെ കാണാൻ പറ്റില്ലായിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു ക്ലോക്ക് ഗിഫ്റ്റ് കിട്ടാണ്. ഈ ഒരു ക്ലോക്ക് വെച്ചിട്ട് ഹാരി കാസിൽ ആരും പോകാത്ത ഫോർബിഡൻ ഏരിയാസിലൊക്കെ ഹാരി പോവാണ് ഒരു ക്രിസ്മസ് നൈറ്റിൽ. അപ്പോൾ ആ ക്രിസ്മസ് നൈറ്റിൽ ഈ ക്ലോക്ക് ഉപയോഗിച്ചിട്ട് സ്കൂൾ മൊത്തം ഹാരി ചുറ്റിക്കാണാണ്. എന്നിട്ട് ഹാരി കണ്ടുപിടിക്കും ഒരു മിറർ ഓഫ് എറേസ്ഡ് എന്ന് പറഞ്ഞൊരു കണ്ണാടി. അതൊരു മാജിക്കൽ മിററാണ്. ആ മിററിൽ നോക്കുന്ന ആൾക്കൊരു പ്രത്യേകം സംഭവിക്കും. ദ മിറർ ഷോസ് എ പേഴ്സൺ ദെയർ ഡീപ്പസ്റ്റ് ഡിസയേഴ്സ്. നമ്മൾ ആ മിററിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മളുടെ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ആഗ്രഹം എന്താണോ, ഡിസയേഴ്സ് എന്താണോ, അത് ആ മിറർ കാണിക്കും. ഇപ്പോൾ ഹാരിനെ സംബന്ധിച്ച് ഹാരി അവിടെ ചെന്നപ്പോൾ അത് കാണിച്ചു, ആ മിറർ കാണിച്ചത് ഹാരിയുടെ പാരൻസിനെ തന്നെയാണ്, ഹൂം ഹി മിസ്സസ് വെരി ഡീപ്ലി. അങ്ങനെ ആ സെക്ഷനോട് അവസാനിക്കുക. നെക്സ്റ്റ് സെക്ഷൻ ദ ഫോർബിഡൻ ഫോറസ്റ്റ് ആണ്. അപ്പോൾ ആ സ്കൂൾ ഇയറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ലേറ്റർ ഇൻ ദ സ്കൂൾ ഇയർ ഹാരി, ഹെർമിയോൺ, നെവില്ലി ആൻഡ് ഡ്രാക്കോ അവർ ഇത്രയും ആൾക്കാർ ഗോട്ട് ഔട്ട് ഓഫ് ബെഡ് ആൻഡ് പണിഷ്ഡ് ബൈ ബീങ് സെൻറ്റ് ഇൻ ടു ദ ഫോർബിഡൻ ഫോറസ്റ്റ് വിത്ത് ഹാഗ്രിഡ്. അതായത് ഒരു ദിവസം ഇവരൊന്നും കാണാനില്ല, ഹാരിനെ, ഹെർമിയോനെ, നെവില്ലിനെ, ഡ്രാക്കോനെ ഒന്നും കാണുന്നില്ല അവർ കിടക്കുന്ന ബെഡിൽ. അവരെവിടെ പോയത്? അവർ ഹാഗ്രിഡിൻ്റെ കൂടെ ഒരു ഫോർബിഡൻ ഫോറസ്റ്റിലേക്കാണ് പോയത്. അപ്പോൾ അതിനുള്ള പണിഷ്മെൻ്റ് അവർക്ക് കിട്ടുന്നു. ഫോറസ്റ്റിൽ ഹാരി ഒരു ഡാർക്ക് ഫിഗറിനെ എൻകൗണ്ടർ കാണാണ്. ആ ഡാർക്ക് ഫിഗർ ഒരു യൂണിക്കോണിൻ്റെ ബ്ലഡ് കഴിക്കുകയാണ്. അപ്പോൾ ഹാഗ്രിഡ് ഹാരിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, ആ ബ്ലഡ് അദ്ദേഹം കുടിക്കുന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ലൈവായിട്ടിരിക്കുന്നത്. മനസ്സിലായോ? ഞാൻ പറയുന്നത് ഹാഗ്രിഡിൻ്റെ കാര്യമല്ല. ദാറ്റ് ഫോറസ്റ്റിൽ ഹാരി എൻകൗണ്ടേഴ്സ് എ ഡാർക്ക് ഫിഗർ ദാറ്റ് ഈസ് ഡ്രിങ്കിങ് ദ ബ്ലഡ് ഓഫ് എ യൂണിക്കോൺ. ഹാഗ്രിഡ് ഹാരിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ഫിഗർ ഈസ് ലൈക്ലി വോൾഡിമാർട്ട് ആണ്. ആ ഫിഗർ ആ യൂണിക്കോണിൻ്റെ ബ്ലഡ് കുടിക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ ഫിഗർ ഇപ്പോൾ ലൈവായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു സംഭവം കേട്ടപ്പോൾ ഹാരിക്ക് പേടിയായി. പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ട് ഹാരിക്ക് ഒരു മോട്ടിവേഷൻ കിട്ടാണ്. ദിസ് ഈസ് മോട്ടിവേറ്റിംഗ് ഹിം ടു ഫൈൻഡ് ഔട്ട് മോർ അബൌട്ട് ദ ഫിലോസഫേഴ്സ് സ്റ്റോൺ. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ലേണിംഗ് അബൌട്ട് നിക്കോളാസ് ഫ്ലേമൽ. ഇവിടെ ഹാരിയും ഹാരിയുടെ ഫ്രണ്ട്സും ഫൈനലി ഫിലോസഫേഴ്സ് സ്റ്റോണിനെ പറ്റിയിട്ട് ഫിഗർ ഔട്ട് ചെയ്യാണ്. അതുണ്ടാക്കിയത് നിക്കോളാസ് ഫ്ലേമൽ എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ആൽക്കമിസ്റ്റാണ് അത് ഉണ്ടാക്കിയത്. അതിനെപ്പറ്റി അവർ അറിയാണ്. അവർ രണ്ടുപേരും മനസ്സിലാക്കുന്നു ദാറ്റ് വോൾഡിമാർട്ടും ആ ഒരു ഫിലോസഫേഴ്സ് സ്റ്റോണിൻ്റെ പുറകെയാണ്. അദ്ദേഹത്തിനും ആ ഒരു ഫിലോസഫേഴ്സ് സ്റ്റോൺ വേണം. അത് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഫുൾ സ്ട്രെങ്ത് കിട്ടും, ഇമ്മോർട്ടാലിറ്റി കിട്ടും. ഇമ്മോർട്ടാലിറ്റി അത് കിട്ടിക്കഴിഞ്ഞാൽ മരിക്കില്ല. ഓക്കെ, അതുകൊണ്ട് വോൾഡിമാർട്ടും ആ ഒരു ഇതിൻ്റെ പുറകെയാണ്, ഫിലോസഫർ സ്റ്റോണിൻ്റെ പുറകെയാണ്. അപ്പോൾ ഈ സ്റ്റോൺ ഒരിക്കലും വോൾഡിമാർട്ടിൻ്റെ കയ്യിൽ കിട്ടരുതെന്ന് ഹാരിക്ക്, റോണിനും ഹെർമിയോണിനും ഉണ്ട്. അതുകൊണ്ട് അവർ സ്റ്റോൺ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അവർക്ക് പേടിയുണ്ട്. ഫിയറിങ് ദാറ്റ് ദ ടീച്ചേഴ്സ് മേ നോട്ട് ബി ഏബിൾ ടു സ്റ്റോപ്പ് വോൾഡിമാർട്ട്. അവിടെ ആ ഹോഗ്വാർട്സിലുള്ള ടീച്ചേഴ്സിന് വോൾഡിമാർട്ടിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അവർ തന്നെ ആ സ്റ്റോൺ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അവർ തന്നെ തീരുമാനിക്കാൻ പോകണം. അടുത്ത സെക്ഷൻ ബ്രേക്കിംഗ് ഇൻ ടു ദ ഫോർബിഡൻ ഏരിയ. അപ്പോൾ ഒരു രാത്രി ഹാരി, റോൺ ആൻഡ് ഹെർമിയോൺ ഫ്ലഫി എന്ന് പറഞ്ഞൊരു പെറ്റിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ അതിനെ ഫോളോ ചെയ്യാൻ, സ്നീക്ക് ചെയ്യാൻ തീരുമാനിച്ചു. എന്നിട്ട് അതിനെ സ്നീക്ക് ചെയ്തിട്ട് അതിൻ്റെ പുറകെ പോയി ഫിലോസഫർ സ്റ്റോൺ എവിടെയാണ് അവർക്ക് മനസ്സിലാകും എന്നവർ വിചാരിച്ചു. അവർ ഇൻവിസിബിലിറ്റി ക്ലോക്ക് ഉപയോഗിച്ചു ടു ഗെറ്റ് ഇൻ ടു ദ ഫോർബിഡൻ ഏരിയ ഓഫ് ദ സ്കൂൾ. ഫോർബിഡൻ ഏരിയയിലാണല്ലോ ഈ ഫിലോസഫർ സ്റ്റോൺ ഇരിക്കുന്നത്. പോകുന്ന വഴിയെന്ന് പറയുന്നത് ഒരിക്കലും ഈസി ആയിട്ടുള്ളതായിരിക്കില്ല.
അപ്പോൾ നമ്മളിപ്പോൾ ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ തന്നെ വായിച്ചിട്ടുണ്ട് ട്രഷറിലേക്കുള്ള വഴി വിൽ നോട്ട് ബി ഈസി, ഒരിക്കലും ഈസി ആയിരിക്കില്ല. ട്രഷർ മാത്രമല്ല, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളിലേക്കുള്ള വഴി ഒരിക്കലും ഈസി ആയിട്ടുള്ളതായിരിക്കില്ല. ഫുൾ ഓഫ് ചലഞ്ചസ് ആയിരിക്കും, ഫുൾ ഓഫ് വെല്ലുവിളികളായിരിക്കും. അതേപോലെ തന്നെ ഇവിടുത്തെ നിധി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും ലക്ഷ്യം ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്ന് പറയുന്ന സംഭവമാണ്. ആ സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിലേക്കുള്ള വഴി ഈസി ഉള്ളതല്ല, ഫുൾ ഓഫ് ചലഞ്ചസ് ആണ്. അത് ഹോഗ്വാർട്സിലെ പ്രൊഫസേഴ്സ് തന്നെയാണ് അങ്ങനെയുള്ള ചലഞ്ചസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ ചലഞ്ചസ്, ആ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചലഞ്ചിൽ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഒരു വലിയ ജയൻറ്റിൻ്റെ പേരാണ് ഡെവിൾസ് നയർ പ്ലാന്റ്. അതിനെ ഡിഫീറ്റ് ചെയ്യുക എന്നുള്ളത്. അതിനെ ഡിഫീറ്റ് ചെയ്ത് ഒരു ഫ്ലൈയിങ് കീ കിട്ടും. ഫ്ലൈയിങ് കീ കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു ഡേഞ്ചറസ് ഗെയിം ഓഫ് വിസാർഡ് ചെസ് കളിക്കണം. ഇതൊക്കെ ചലഞ്ചസ് ആണ്. അതൊക്കെ പാസ് ചെയ്താൽ മാത്രമേ ആ അൾട്ടിമേറ്റ് ടാർഗറ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഈ സെക്ഷൻ കഴിയാണ്. നെക്സ്റ്റ് 15th സെക്ഷൻ എന്ന് പറയുന്നത് ഫേസിങ് പ്രൊഫസർ ക്വിറൽ. ഈ വെല്ലുവിളികളെല്ലാം പാസ് ചെയ്തവർ ഹാരി ലാസ്റ്റ് ഫൈനൽ റൂമിലേക്ക് എത്തും. അവിടെ വെച്ചിട്ട് ഹാരി ഷോക്കാവാണ്. അവിടെ പ്രൊഫസർ ക്വിറൽ ഉണ്ട്. സ്നേപ്പിനെയായിരുന്നു ഹാരി പ്രതീക്ഷിച്ചത്, പക്ഷേ അവിടെ പ്രൊഫസർ ക്വിറലാണുള്ളത്. പ്രൊഫസർ ക്വിറൽ അവന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ക്വിറൽ ഒരു കാര്യം ഹാരിക്ക് വെളിപ്പെടുത്തുന്നു. ഹി ഹാസ് ബീൻ വർക്കിംഗ് ഫോർ വോൾഡിമാർട്ട് ദ എൻറ്റയർ ടൈം ആൻഡ് ഈസ് ട്രൈങ് ടു സ്റ്റീൽ ദ ഫിലോസഫേഴ്സ് സ്റ്റോൺ. ഇവിടെ ഫിലോസഫേഴ്സ് സ്റ്റോൺ മോഷ്ടിക്കാൻ ശ്രമിച്ചത് പ്രൊഫസർ ക്വിറലാണ്, സ്നേപ്പ് അല്ല. ഓക്കെ, അപ്പോൾ വോൾഡിമാർട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീക്കെൻഡായിട്ടുള്ള ഫോമിലാണ്. ഹു ഈസ് ലിവിങ് ഓൺ ദ ബാക്ക് ഓഫ് ക്വിറൽസ് ഹെഡ് ഹിഡൻ അണ്ടർ എ ടർബാൻ. അങ്ങനെ കാര്യങ്ങളെല്ലാം പറയും, പ്രൊഫസർ ക്വിറൽ പറയും. ഇവിടെ ഹാരിക്ക് ആരാണോ ഫിലോസഫർ സ്റ്റോൺ എടുക്കാൻ പോകുന്നത് ആ ആളെ അതിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് ഹാരിയുടെ ഉള്ളിൽ. അത് മാത്രമാണ് ഹാരിയുടെ ഉള്ളിൽ. അത് പ്രൊഫസർ സ്നേപ്പായാലും പ്രൊഫസർ ക്വിറലായാലും ഹാരി ദൃഢനിശ്ചയം എടുക്കും. ആരാണോ ഫിലോസഫർ സ്റ്റോൺ എടുക്കാൻ വരുന്നത് ആ ആളിനെ അതിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെ ആ സെക്ഷൻ കഴിയുന്നു. 16th സെക്ഷൻ എന്ന് പറയുന്നത് ബാറ്റിൽ ഫോർ ദ സ്റ്റോൺ. ഇവിടെ ക്വിറൽ ഹാരിനെ ഫോഴ്സ് ചെയ്യണം. എന്താണ്, മിറർ ഓഫ് ഇറേസ്ഡ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു മിറർ ഉണ്ട്, മിറർ ഓഫ് ദി ഇറേസ്ഡ് എന്നാണ് അതിൻ്റെ പേര്. അതിൽ നോക്കാനായിട്ട് ഹാരിനോട് ക്വിറൽ പറയും. അത് അവിടെ ഉപയോഗിക്കുന്നത് ഫിലോസഫർ സ്റ്റോൺ ഒളിപ്പിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ മിറർ അവിടെ ഉപയോഗിച്ചത്. ഹാരി സർപ്രൈസായി. ഇവിടെ സ്റ്റോൺ ഹാരിയുടെ പോക്കറ്റിൽ വന്നു. ഇവിടെ വോൾഡിമാർട്ട് ഓർഡർ ചെയ്യും ക്വിറലിനോട് ഹാരിനെ കൊല്ലാനായിട്ട്, അതായത് സ്റ്റോൺ എടുക്കാനായിട്ട്. പക്ഷെ ക്വിറൽ ഹാരിനെ ടച്ച് ചെയ്യും. ഹാരി ബേൺ ചെയ്യും. ഹാരി ബേൺ ആവും. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഹാരിയുടെ മദറിൻ്റെ സാക്രിഫൈസ് കാരണമാണ്. ഹാരീസ് മദർ സാക്രിഫൈസ് ലെഫ്റ്റ് ഹിം വിത്ത് എ മാജിക്കൽ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് വോൾഡിമാർട്ട്. അതായത് വോൾഡിമാർട്ട് എന്ത് രീതിയിലൊക്കെ വന്നാലും ഹാരിയുടെ മദർ ഒരു മാജിക്കൽ പ്രൊട്ടക്ഷൻ ഹാരിയുടെ ചുറ്റും ചെയ്തിരിക്കുന്നത് കാരണം ഹാരി ഇവരുടെ ചെയ്യുന്ന ഈ ഡേഞ്ചറിൽ നിന്നൊക്കെ സേഫ് ആവും. ക്വിറൽ ഇവിടെ ബാഡ്ലി ഇഞ്ചേർഡ് ആവും. വോൾഡിമാർട്ടിൻ്റെ സ്പിരിറ്റ് പറക്കും. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഡംബിൾഡോർസ് എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ ഈ യുദ്ധം കഴിഞ്ഞിട്ട് ഹാരി ഒരു ഹോസ്പിറ്റലിൽ കണ്ണ് തുറക്കുകയാണ് ചെയ്യുന്നത്. അവിടെ പ്രൊഫസർ ഡംബിൾഡോർ എക്സ്പ്ലെയിൻ ചെയ്യും എല്ലാ കാര്യങ്ങളും. ഇവിടെ ഹാരിക്ക് പ്രൊഫസർ ക്വിറലിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റിയതിൻ്റെ കാരണം എന്ന് പറയുന്നത് ബിക്കോസ് ഓഫ് ദ പവർഫുൾ ലവ് ഓഫ് ഹിസ് മദർ ഹു ഡൈ ടു പ്രൊട്ടക്റ്റ് ഹിം. ഹാരിയുടെ മദറിൻ്റെ ഹാരിക്ക് ചുറ്റും ഹാരിയുടെ മദർ ചെയ്തിട്ടുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ, ആ ഒരു മാജിക്കൽ പ്രൊട്ടക്ഷൻ കാരണം മാത്രമാണ് എന്ന് ഹാരിനോട് പറയും. ഡംബിൾഡോർ എക്സ്പ്ലെയിൻ ചെയ്യും. ഡംബിൾഡോർ ഹാരിനോട് പറയും ഇവിടെ ഫിലോസഫർ സ്റ്റോൺ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്, നശിപ്പിച്ചിട്ടുണ്ട്, ടു പ്രിവെൻറ്റ് എനിവൺ ഫ്രം യൂസിങ് ഇറ്റ് ഫോർ ഈവിൽ പർപ്പസ് ഇൻക്ലൂഡിങ് വോൾഡിമാർട്ട്. ഇവിടെയുള്ള ചില ആളുകൾ ഫിലോസഫർ സ്റ്റോൺ അവരുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ തന്നെ അവരത് മോശം കാര്യങ്ങൾക്ക്, ആൾക്കാരെ ഉപദ്രവിക്കാനുള്ള കാര്യങ്ങൾക്ക്, ഈവിൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുക. അതുകൊണ്ട് ഫിലോസഫർ സ്റ്റോൺ നമ്മളിവിടെ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് ഹൗസ് കപ്പാണ്. നെക്സ്റ്റ് സെക്ഷൻ അപ്പോൾ സ്കൂൾ ഇയർ അവസാനിക്കാൻ പോവാണ്. അപ്പോൾ ഹാരിയും ഹാരിയുടെ ഫ്രണ്ട്സിനും റിവാർഡ് കിട്ടാണ്, സമ്മാനം കിട്ടണം അവരുടെ ബ്രേവറിക്ക് വേണ്ടി, അവരുടെ ധൈര്യത്തിന് വേണ്ടിയിട്ട്. ഗ്രിഫിൻഡോർ പറഞ്ഞ ഗ്രൂപ്പിന് ഹൗസ് കപ്പ് കിട്ടാണ്. ഹാരിനെ എല്ലാവരും ഒരു ഹീറോ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാണ്. വോൾഡിമാർട്ടിനെ സ്റ്റോപ്പ് ചെയ്യാൻ മുൻകൈ എടുത്ത് വന്നതിന് മാത്രമായിട്ടല്ല, പക്ഷേ ക്വിഡിച്ചിൽ ചെയ്തിട്ടുള്ള ഹാരിയുടെ അച്ചീവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട്, അക്കംപ്ലിഷ്മെൻറ്റ്സിന് വേണ്ടിയിട്ട്, അക്കാഡമിക് സക്സസ്സിലുള്ള അക്കംപ്ലിഷ്മെൻറ്റ്സിന് വേണ്ടിയിട്ട്. അങ്ങനെ ആ സെക്ഷൻ കഴിയാണ്. ഈ റിട്ടേൺ ടു ദ ഡേഴ്സ്ലീസ്. അപ്പോൾ
അപ്പോൾ ഹാരിയുടെ സ്കൂളിലെ ഫസ്റ്റ് ഇയറിൽ ഒരുപാട് എക്സൈറ്റ്മെൻറ്റ്സ് ഹാരിക്ക് ഉണ്ടായിരുന്നു, ഒരുപാട് വിജയങ്ങൾ, ട്രയംസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടായിരുന്നിട്ടും ഹാരി ഡേഴ്സ്ലീസിൽ സമ്മർ ടൈമിൽ തിരിച്ചു പോകാമെന്ന് വിചാരിക്കുകയാണ്. അവൻ അങ്ങോട്ട് പോകാൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല എങ്കിലും ഇപ്പോൾ അവനറിയാം ഹാരി ബിലോങ്സ് ടു മാജിക്കൽ വേൾഡ്. അതുകൊണ്ട് ഹോഗ്വാർട്സിലേക്ക് സെക്കൻഡ് ഇയറിൽ തിരിച്ചു വരാൻ ആയിട്ട് ഹാരി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ തന്നെയാണ് തിരിച്ച് ഡേഴ്സ്ലീസിൽ പോകുന്നത്. ഒരുപാട് കോൺഫിഡൻ്റ് ആയിട്ട് ഇപ്പോൾ ഫീൽ ചെയ്യുന്നു, ഒരുപാട് ഹാപ്പിയറായിട്ട് ഫീൽ ചെയ്യുന്നു ദാറ്റ് ഹി ഹാസ് എവർ ഫെൽറ്റ് ബിഫോർ. അത്രയും ഹാപ്പിനെസ് ഇപ്പോൾ ഹാരിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നു. പിന്നെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്ന കൺക്ലൂഷനിൽ വരുന്നത് ഈ ഫസ്റ്റ് ബുക്ക് അവസാനിക്കുമ്പോൾ ഹാരി ഹോഗ്വാർട്സ് വിട്ട് പോവാണ് ഡേഴ്സ്ലീസിലേക്ക്. അവൻ്റെ ലൈഫ് ഒരുപാട് മാറിയപ്പോൾ അവനിപ്പോൾ ഫ്രണ്ട്സ് ഉണ്ട്, സ്കിൽസ് ഉണ്ട്, ഒരു സ്ഥലമുണ്ട്, അവന് സന്തോഷമായിട്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. അപ്പോൾ വോൾഡെമോർട്ടായിട്ടുള്ള ഒരു എൻകൗണ്ടർ ഉണ്ടായതുകൊണ്ട് ഹീ ഈസ് അവെയർ ദാറ്റ് ദർ ആർ ഡാർക്ക് ഫോഴ്സസ് ദറ്റ് സ്റ്റിൽ അറ്റ് വർക്ക്. ഡാർക്ക് ഫോഴ്സസ് ഉണ്ടെന്ന് ഹാരിക്ക് മനസ്സിലാവാണ് വോൾഡെമോർട്ടായിട്ടുള്ള എൻകൗണ്ടർ കാരണം. അപ്പോൾ എന്ത് ചലഞ്ച് വന്നാലും, എന്ത് വെല്ലുവിളി ഇനിയത്തെ വഴിയിൽ മുന്നിൽ വന്നാലും ഹാരി അത് ഫേസ് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ സീരീസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഹാരി മാജിക്കൽ വേൾഡിലേക്കുള്ള ഹാരിയുടെ യാത്ര കൂടുതൽ അപകടകരവും കൂടുതൽ ത്രില്ലിംഗ് ആയിട്ട് മാറാണ്. അതാണ് ഫസ്റ്റ് സീരീസ് ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫേഴ്സ് സ്റ്റോൺ. ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ഹാരി പോട്ടർ സീരീസിൻ്റെ സെക്കൻഡ് ബുക്കിൻ്റെ കഥയായിട്ട് ഞാൻ വരാം. ഓക്കെ, ബൈ.